కొంచెం సన్నబడింది, నేనే కొంచెం తిని పెంచమ్మా, తెలుగుకి సరిపోదు, కొంచెం అన్నీ కొంచెం ఎక్కువ సైజుల్లో ఉండాలని చెప్పా. ఈ సినిమాకి అన్సు లాంటి ఎప్పుడో నేను యంగ్స్టర్గా ఉన్నప్పుడు, లేదా నా చిన్నప్పుడు నాకు గుర్తులేదు, మన్మధుడు సినిమా చూసి ఏంద్రా ఈ అమ్మాయి లడ్డులాగా ఉంది అనుకునేవాడిని. అప్పుడు ఆ అమ్మాయిని చూడడానికే మన్మధుడు సినిమాకి వెళ్ళిపోయేవాళ్ళం. మూర్తి గారు కరెక్టేనా? మూర్తి గారు, ఈ అమ్మాయి అనకాపిల్లో మనం అమ్మాయిని చూడడానికే ఓ రేంజ్లో ఉండేది బాబు. మీకు తెలియకపోతే ఒకసారి పెట్టి చూడండి, నెక్స్ట్ లెవెలే. సో అలాంటి అమ్మాయి ఒక్కసారి ఈ సినిమాలో హీరోయిన్గా కళ్ళ ముందు రాబోసరికి అసలు ఏంది ఇది నిజమేనా అనిపించింది. ఇప్పటికీ అలాగే ఉందా? కొంచెం సన్నబడింది, నేనే కొంచెం తిని పెంచమ్మా, తెలుగుకి సరిపోదు, కొంచెం అన్నీ కొంచెం ఎక్కువ సైజుల్లో ఉండాలని చెప్పా. పర్లేదు, కొంచెం ఇంప్రూవ్ అయింది, నెక్స్ట్ టైంకి బాగా ఇంప్రూవ్ అవుద్ది. అలాంటి అమ్మాయి మళ్ళా మజాకాకి ఎంటర్ అవ్వడం నిజంగా చాలా హ్యాపీగా ఉంది. സിനിമയിലോ കൂടെ മന്മഥുടിലോ ഏ റേഞ്ചിലോ അമ്മേനെ ഫീൽ ചെയ്യാൻ. നമസ്കാരം. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരും നടി ഹണി റോസുമാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ കേസിൽ ബോച്ചെ ഇപ്പോൾ റിമാൻഡിലാണ്. കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷയിൽ പോലും തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. ഹണി റോസ് കോടതിയിൽ നൽകിയ നിർണായക രഹസ്യമൊഴിയായിരുന്നു ഇതിന് കാരണമായത്. 164 വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോബിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയുമാണ് ബോബി ഉപദ്രവം തുടങ്ങിയതെന്നാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ നൽകിയ പരാതി. ഒരു ജിമ്മിന്റെ ഉദ്ഘാടന സമയത്ത് ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ചു. അതിനുശേഷം പല അഭിമുഖങ്ങളിലും തനിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹണി റോസിന്റെ പരാതി. അതേസമയം ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. തെലുങ്ക് നടി അനുഷുവിനെതിരെ പൊതുവേദിയിൽ അശ്ലീല പരാമർശം നടത്തിയ സംവിധായകനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തെലുങ്ക് സിനിമയിൽ ഈ സൈസ് പോരാ, ഇനിയും വേണമെന്നായിരുന്നു സംവിധായകൻ ത്രിനാഥ് റാവു റാക്കിനെ പരാമർശിച്ചത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സംവിധായകനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. ത്രിനാഥ റാവുവിന്റെ പുതിയ സിനിമയായ മസാക്കിയിൽ അനുഷുവും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ടീസർ ലോഞ്ചിനിടെ അനുഷുവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു ത്രിനാഥ റാവു. നേരത്തെ അനുഷു അഭിനയിച്ച മന്മഥുടു എന്ന നാഗാർജുന ചിത്രത്തിലെ അനുഷുവിന്റെ ലുക്കിനെ കുറിച്ചായിരുന്നു സംവിധായകൻ സംസാരിച്ചു തുടങ്ങിയത്. അനുഷു എങ്ങനെയാണ് ഇത്ര സുന്ദരിയായതെന്ന് തനിക്ക് അത്ഭുതമായിരുന്നുവെന്ന് ത്രിനാഥ് റാവു പറഞ്ഞു. അനുഷു കാണാൻ എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ മന്മഥുടു കണ്ടാൽ മതി. അവൾക്ക് വേണ്ടി മാത്രം പലതവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്നത് പോലെയാണോ ഇന്ന് അനുഷുവിനെ കാണാൻ? ഭക്ഷണം കഴിച്ച അല്പം കൂടി സൈസ് വെക്കാൻ താൻ അവളോട് പറഞ്ഞിരുന്നു. തെലുങ്ക് സിനിമയ്ക്ക് ഈ സൈസ് പോരാ, സൈസ് കുറച്ചുകൂടി വലുതാവണം. ഇപ്പോൾ അനുഷു നല്ല രീതിയിൽ മെച്ചപ്പെട്ടു, ഇനിയും മാറുമെന്നായിരുന്നു സംവിധായകന്റെ വാക്കുകൾ. പരിപാടിയുടെ വീഡിയോ പ്രചരിച്ചതോടെ രൂക്ഷ വിമർശനമാണ് ത്രിനാഥ റാവുവിനെതിരെ ഉയരുന്നത്. നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകൾ ഇട്ടിരിക്കുന്നത്. നടിമാരോട് എന്ത് വൃത്തികേടും പറയാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് എത്തിയോ എന്നാണ് ചിലരുടെ കമന്റുകൾ. എങ്ങനെ എന്ത് പറയാമെന്ന് കരുതരുതെന്നും മോശമായി പോയെന്നും പലരും പറയുന്നു. നേരത്തെ നടി പായൽ രാധാകൃഷ്ണ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത് വിവാദത്തിലായ കാര്യവും പലരും ഓർമ്മിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.